ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി നവാഗതനായ സജി സുകുമാരൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ഷൈലോക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ബിബിൻ മോഹനാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുക. ഇനി ദിലീപിന്റെ മറ്റു രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ, നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ദിലീപ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ജനുവരി മാസം 15-ാം തീയതിയോടുകൂടി പൂർത്തിയാകുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ നായകനാക്കി വിയാൻ വിഷ്ണു സംവിധാനം ചെയ്യാനിരിക്കുന്ന പറക്കും പപ്പൻ എന്ന സൂപ്പർ ഹീറോ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ നടന്നു വരുന്നു. വരുന്ന ഫെബ്രുവരി മാസം ഈ സിനിമയുടേതായി ഒരു പ്രൊമോ ഷൂട്ട് നടക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മതി, അർജുൻ ദാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രഭു സോളമൻ സംവിധാനം ചെയ്ത കുംകി 2 എന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് കുംകി 2 OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി മുതൽ തന്നെ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടൻ ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടനും ദിലീഷ് പോത്തനും ഒന്നിക്കുന്ന സിനിമ. ഈ ചിത്രത്തിന്റെ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ശ്യാം പുഷ്കരൻ തിരക്കഥ എഴുതുന്ന ഈ സിനിമയുടെ തിരക്കഥാ വർക്കുകൾ ആരംഭിച്ചെന്നും ഈ വർഷം, അതായത് 2026 അവസാനത്തോടുകൂടി തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ഒന്നിക്കുന്ന ഭാവന സ്റ്റുഡിയോസ് ആണ് ഈ ലാലേട്ടൻ ദിലീഷ് പോത്തൻ ചിത്രം നിർമ്മിക്കുന്നത്. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ഒരേ സമയം ഡിസ്നി, ഹുളു, ആപ്പിൾ TV എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുന്ന ജനുവരി 6-ാം തീയതി ബാഡ്ലാൻഡ്സ് OTT റിലീസ് ചെയ്യും. പൃഥ്വിരാജ് സുകുമാരൻ്റെതായി ഇനി വരാനിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡിയുടെ ചിത്രീകരണം ഇനിയും ഏകദേശം 45 ദിവസം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഷമീർ അബ്ദുൾ തിരക്കഥ ഒരുക്കുന്ന ഈ ഐ നോബഡി എന്ന ചിത്രം വരുന്ന മെയ് മാസം റിലീസിനെത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. സിനിമയുടെ പേര് സന്തോഷ് ട്രോഫി. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യാനിരിക്കുന്ന സന്തോഷ് ട്രോഫി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു MD വാസുദേവൻ നായരുടെ മകൾ 2-ാം ഊഴം സിനിമയാക്കുന്നതിനെ പറ്റി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം കാന്താര സിനിമകളിലൂടെ നമുക്ക് പരിചിതനായ ഋഷഭ് ഷെട്ടി ഈ 2-ാം ഊഴം നായകനായി അഭിനയിക്കുകയും ഒപ്പം തന്നെ സംവിധാനം ചെയ്യുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ റെസ്ലിംഗ് ചിത്രമാണ് ചത്തപച്ച. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ജനുവരി 22-ാം തീയതി ചത്തപച്ച തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമ ഇനി റിലീസിനെത്താൻ 6 ദിവസങ്ങൾ മാത്രം. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നാളെ ജനുവരി 3-ാം തീയതി വൈകിട്ട് 6:45 ജനനായകന്റെ ട്രെയിലർ പുറത്തുവിടാനാണ് മൂവി ടീം പ്ലാൻ ചെയ്തത്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, നാളെ തന്നെയാണ് ജനനായകനൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തുന്ന പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് ഇവന്റ് നടത്തപ്പെടുക. അതേസമയം തന്നെ ഓഡിയോ ലോഞ്ചിനൊപ്പം സിനിമയുടെ ട്രെയിലറും പുറത്തു വരും. അതായത് ഓൾറെഡി പരാശക്തിയും ജനനായകനും തിയേറ്ററുകളിൽ ക്ലാഷ് റിലീസായി മാറുന്ന കാഴ്ച നമ്മൾ കാണാനിരിക്കെ ഇപ്പോൾ ഈ 2 സിനിമകളുടെ ട്രെയിലറും ക്ലാഷ് റിലീസായിട്ടാണ് പുറത്തു വരുന്നത്. മാർക്കോ ടീം അടുത്തതായി ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന കാട്ടാളൻ ഏകദേശം 50 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ, വരുന്ന ജനുവരി 16-ാം തീയതി കാട്ടാളൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ മൂവി ടീം പുറത്തുവിടാനൊരുങ്ങുന്നു. കാത്തിരിക്കാൻ കാട്ടാളൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. അതിനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. നസ്രിൻ നായകനായിട്ട് എത്തുന്ന മോളിവുഡ് ടൈംസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പോസ്റ്റർ അത്ര മികച്ചതായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നൊരു സിനിമ മതി ഈ ചിത്രത്തിലെ കാത്തിരിക്കാൻ. മമ്മൂക്കയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമ സംവിധാനം ചെയ്യുമെന്ന് കുറച്ച് നാളുകളായി കേൾക്കുന്നൊരു വാർത്തയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും പ്രൊഡക്ഷൻ കമ്പനി ആ സിനിമ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മമ്മൂക്കയ്ക്കൊപ്പം ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് താരങ്ങൾ ഏതൊക്കെയെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. മലയാളികളുടെ പ്രിയങ്കരായ നസ്ലിൻ, ജോജു ജോർജ്, ദിലീഷ് പോത്തൻ, സൗബിൻ ഷാഹിർ തുടങ്ങിയവരൊക്കെ ഈ ഒരു സിനിമയിൽ പങ്കാളികളാവുന്നുണ്ട്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ആസിഫ് അലിയുടെ വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു സിനിമയാണ് ടിക്കി ടക്ക. വരുന്ന മാർച്ച് മാസം 19-ാം തീയതിയാണ് ടിക്കി ടക്ക റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. അതിപ്പോൾ പ്ലാൻ ചെയ്തതല്ല. സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ മാർച്ച് 19-ന് റിലീസിന് എത്തിക്കാനായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനാൽ ടിക്കി ടക്ക മാർച്ച് 19-ൽ നിന്നും ഓഗസ്റ്റ് മാസത്തിലേക്ക് റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുന്നതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അരസൻ എന്ന സിനിമയ്ക്ക് ശേഷം വെട്രിമാരൻ അടുത്തതായി സംവിധാനം ചെയ്യുന്നത് ഉലക നായകൻ കമലഹാസനെ നായകനാക്കിയ ഒരു സിനിമയായിരിക്കുമെന്നാണ്
ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു റൂമർ എന്തെന്നാൽ, ഓൾറെഡി അരസൻ വടച്ചെന്നൈ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കമലഹാസൻ നായകനാകുന്ന ഈ ഒരു സിനിമയും വടച്ചെന്നൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമയായിരിക്കുമെന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തി വരുന്ന ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ ചിത്രം കളങ്കാവൽ. കളങ്കാവൽ റിലീസിനെത്തിയിട്ട് ഇന്ന് 29 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ 29 ദിവസത്തെ കളങ്കാവലിന്റെ കേരള കളക്ഷൻ എന്നത് 37,25,00,000 രൂപയാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് 83 കോടി രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചിത്രം എക്കോ. എക്കോ സിനിമയുടെ 42 ദിവസത്തെ കേരള കളക്ഷൻ 23,83,00,000 രൂപ. വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപ. ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു തവണ കണ്ടു നോക്കുക. അടുത്ത ചിത്രം ഷെയ്ൻ നിഗം നായകനായിട്ട് എത്തിയ ഹാല്. ഹാല് എന്ന ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള കളക്ഷൻ 88 ലക്ഷം രൂപ. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി രൂപ. ചിത്രം തിയേറ്ററുകളിൽ ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചിത്രം ഋഷഭ. ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത് വളരെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ഋഷഭ. ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്നേക്ക് 8 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ 8 ദിവസത്തെ ഋഷഭയുടെ കേരള കളക്ഷൻ 86 ലക്ഷം രൂപ. 8 ദിവസത്തെ ഋഷഭയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി രൂപ. അടുത്തത് അവതാർ 3 ഫയർ ആൻഡ് ആഷ്. അവതാർ 3യുടെ 14 ദിവസത്തെ കേരള കളക്ഷൻ 8,90,00,000 രൂപ. വേൾഡ് വൈഡ് കളക്ഷൻ 7,500 കോടി രൂപ. അടുത്തത് ബബ്ബബ്ബ. ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള കളക്ഷൻ 26,30,00,000 രൂപ. 15 ദിവസത്തെ ബബ്ബബ്ബയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 47,50,00,000 രൂപ. പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു ബബ്ബബ്ബ 50 കോടി ക്ലബിൽ കയറുമോ എന്ന്. തീർച്ചയായിട്ടും 50 കോടി ക്ലബിൽ ബബ്ബബ്ബ എത്താനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടെന്ന് വേണം പറയാൻ. ഇനി അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ടിലെത്തിയ സർവമായ എന്ന ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 35,45,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 73,50,00,000 രൂപയുമാണ് സർവമായ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു വീക്കെൻഡോടുകൂടി തന്നെ ചിത്രം 100 കോടി കളക്ഷൻ നേടുമെന്നും നിസ്സംശയം പറയാൻ സാധിക്കും. നിവിൻ പോളിയുടെ ഹയസ്റ്റ് ഗ്രോസർ സിനിമയായ പ്രേമം എന്ന സിനിമയുടെ 73 കോടി കളക്ഷൻ മറികടന്നുകൊണ്ട് സർവമായ ജൈത്രയാത്ര നടത്തി വരുന്നു.